നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആദ്യമേ തന്നെ കലോത്സവ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഈ മാസം 14-ായിരുന്നു ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ കൊട്ടിക്കയറിയത്. എന്തായാലും ആ കൊട്ടിക്കയറിയ കലോത്സവത്തിൻ്റെ കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുക. എന്നാലും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനമുണ്ട്. ആരായിരിക്കും മലയാളത്തിൻ്റെ മഹാനടൻ, പ്രിയ നടൻ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും ആ സ്വർണ്ണ കപ്പ് വാങ്ങുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇനി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് വേദിയിലെത്താനുള്ളത്. പക്ഷേ ഇപ്പോഴും ആർക്കായിരിക്കും, അതായത് ഏത് ജില്ലയ്ക്കായിരിക്കും സ്വർണ്ണ കപ്പ് എന്ന് ഇതുവരെ പറയാൻ സാധിക്കാത്ത ഒരു അവ്യക്തമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ വേദികൾ പരിശോധിക്കുമ്പോൾ, മത്സരം പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടതും അതാണ്. എന്തായാലും കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും എല്ലാം ഇങ്ങനെ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ആയിരിക്കില്ല തേക്കിൻകാട് മൈതാനം. ഇന്ന് ജനസാഗരമാകും, ജനസമുദ്രമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ കിരീടധാരണം ആർക്കായിരിക്കും എന്നറിയാൻ. ഇങ്ങനെ ഈ കുട്ടിക്കൂട്ടത്തിൻ്റെ ആവേശത്തിനൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശവും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നണികളൊക്കെ തന്നെ മുൻനിരയിലുണ്ട്. പ്രത്യേകിച്ച് പാർട്ടികൾ അവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇപ്പോൾ ചേരുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് 2 തവണ തുടർച്ചയായി MLA ആയവർക്ക് ഇനിയും മത്സരിക്കാൻ ഇളവ് നൽകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമായേക്കാം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് ഇനിയും മത്സരിക്കാൻ സാധിക്കുമോ, ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മുൻനിരയിൽ നിർത്താൻ CPM ഇനിയും തയ്യാറാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇനി മറ്റൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ കൊച്ചിയിലെത്തുകയാണ്. വിജയോത്സവം എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ മികച്ച വിജയം നേടി ആത്മവിശ്വാസത്തിനാണ് UDF-ഉം കോൺഗ്രസും. അവരെ അനുമോദിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ വിജയോത്സവം എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി എത്തുക. എന്തായാലും രാഹുൽ കൂടി എത്തുന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ചൂടുകൂടും, അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് കുറച്ചുകൂടെ ചടുലത ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും തൃശ്ശൂരിൽ കുട്ടികളാണ് വലിയ ഫുൾ വൈബിലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ രംഗവും ഒട്ടും മോശമാക്കുന്നില്ല. അത് നല്ല തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് പോകുന്നത്. ഇനിയും നിരവധി വാർത്തകളുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെൻമാർക്ക്, UK, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ. പിന്മാറിയില്ലെങ്കിൽ ജൂൺ 1 മുതൽ 25% മുന്നറിയിപ്പ്. എതിർപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ. കാണാൻ വന്ന മത്സ്യ സുന്ദരികൾ, ഞങ്ങൾ തൻ കഥകൾ ചൊല്ലാൻ വന്നൊരാ മീനിൻ കണ്ണുള്ള മീനാക്ഷികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. 965 പോയിന്റുമായി കണ്ണൂരിന്റെ മുന്നേറ്റം. തൊട്ടുപിന്നിൽ തൃശ്ശൂറും പാലക്കാടും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി ഇന്ന് സമാപിക്കും. 2 തവണ MLA ആയവർക്ക് ഇളവ് നൽകണോ എന്നതിൽ തീരുമാനമുണ്ടാകാൻ സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിൽ സിംഗൂരിൽ 830 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാഹുൽ ഗാന്ധി നാളെ കൊച്ചിയിൽ. ഇടുക്കി പീരുമേട്ടിൽ വൈദ്യുതി വകുപ്പിന്റെ കോടികൾ വിലമതിക്കുന്ന 10 ഏക്കറോളം ഭൂമി കയ്യേറ്റ ഭീഷണിയിൽ. സംരക്ഷണമില്ലാതെ നശിക്കുന്നത് അഴുത ടണൽ നിർമ്മാണത്തിനായി പൊന്നും വില നൽകി വാങ്ങിയ സ്ഥലം. ഇന്ത്യ ന്യൂസിലൻഡ് 3-ാം ഏകദിനം ഇന്ന് ഇൻഡോറിൽ. ജയിക്കുന്നവർക്ക് പരമ്പര. മത്സരം ഉച്ചയ്ക്ക് 1:30 മുതൽ. വിജയ് ഹസാരെ ട്രോഫി ഫൈനലിൽ ഇന്ന് വിദർഭ സൗരാഷ്ട്ര പോരാട്ടം. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അമേരിക്കയുടെ ആ നീക്കത്തെ പിന്തുണയ്ക്കാത്തതിൻ്റെ പേരിൽ 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇപ്പോൾ എന്തായാലും 10% തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുകയാണ്. ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, UK, നെതർലാൻഡ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് ട്രംപ് ശിക്ഷാ തീരുവ ചുമത്തിയത്. ഫെബ്രുവരി 1 മുതൽ അധിക തീരുവ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. US-ന്റെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ
നിലപാടിനെ യൂറോപ്യൻ രാജ്യങ്ങളടക്കം ശക്തമായി എതിർക്കുകയാണ്. നേരത്തെ ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് മേലും ട്രംപ് അധിക നികുതി ചുമത്തിയിരുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വളരെ ശക്തമായി അല്ലെങ്കിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് 2 തവണ MLA ആയവർക്ക് ഇളവ് നൽകണോ എന്നതിൽ ഇന്ന് തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. ആൻഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ്. ആൻഫ്ലിറ്റ്, ഈ വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ 2 തവണ MLA ആയവർക്ക് ഇളവ് നൽകുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നതാണ്. തീർച്ചയായും വിളിച്ചിരുന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് കേരളത്തിൽ നടന്നത്. CPM-ന്റെ ഈ തിരുവനന്തപുരത്ത് ചേർന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം സമാപനത്തിന് ശേഷം കേന്ദ്ര CPM ജനറൽ സെക്രട്ടറി MA ബേബി യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കും. പക്ഷെ എല്ലാവരും പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടന്ന ഒരു CPM-ന്റെ CC ആണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും, പല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPM-ന്റെ പല വിഷയങ്ങളും പല അജണ്ടകളും ഒക്കെ തന്നെയും ഈ 3 ദിവസത്തെ ഈ CC വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അജണ്ടകളും സ്ഥാനാർത്ഥിത്വവും ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും തന്നെയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രായപരിധി ഒരു വിഷയമാണ്, ഘടകമാണ്. അതോടൊപ്പം തന്നെ ടേം വ്യവസ്ഥ. നേരത്തെ തന്നെ നമുക്കറിയാം CPM-ന്റെ ടേം വ്യവസ്ഥ വളരെ കർശനമായി അവർ പാലിച്ചിരുന്നു. 2 തവണ മത്സരിച്ചവർ, തുടർച്ചയായ 2 തവണ മത്സരിച്ചവർക്ക് 3-ാം തവണ അവസരം നൽകണമോ, അതോടൊപ്പം തന്നെ 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും ഇനി അവസരം നൽകേണ്ടതില്ല എന്നൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് നടപ്പാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിരിക്കെ 2 ടേം വ്യവസ്ഥയോ 3 ടേം വ്യവസ്ഥയ്ക്ക് കർശനമാക്കുമ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ പരിചയസമ്പന്നരും ജനസ്വാധീനമുള്ള ജനകീയരുമായ പല നേതാക്കളും മാറി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം, അത് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ ആദ്യമേ തന്നെ CPM-നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം, അതായത് കൃത്യമായൊരു വ്യവസ്ഥ, അത് ഇളവ് നൽകണമെങ്കിൽ അത് CPM കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച് കേന്ദ്ര നേതൃത്വത്തിന് അനുവാദത്തോടു കൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതും ഈ വിഷയങ്ങൾ, സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ തന്നെയാണ്. ഇന്ന് ചേരുന്ന ഈ സമാപന ദിവസം കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് ഉറപ്പായും ജനറൽ സെക്രട്ടറി MA വിശദീകരിക്കും. അതിലറിയേണ്ടത് 2 ടേം വ്യവസ്ഥ കർശനമാക്കിയിട്ടുണ്ടോ, ഇളവ് നൽകിയിട്ടുണ്ടോ എന്നുള്ള. ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ഏത് രീതിയിലുള്ള ഇളവുകളാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്തത്. ജനകീയരായ MLA-മാർ, അതിൽ തന്നെ പലരുടെ പേരുകളും നമ്മൾ എപ്പോഴും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമേ തന്നെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ ഇളവ് നൽകിയതാണ്. ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തെ മുൻനിർത്തി തന്നെ ആയിരിക്കും LDF ഇത്തവണ ജനങ്ങളെ നേരിടുക, തെരഞ്ഞെടുപ്പിനെ നേരിടുക. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എങ്കിൽ പോലും അതിനൊരു ഔദ്യോഗികമായ ഒരു അംഗീകാരമോ അനുമതിയൊക്കെ നൽകിയിട്ടുണ്ടോ എന്നതും, അതോടൊപ്പം തന്നെ മറ്റു പല ജനകീയ നേതാക്കളെ KK ശൈലജ അടക്കമുള്ള പലരുടെയും പേരുകളിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെയും ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ MA ബേബിയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്നാലും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കുകയാണ്. പ്രത്യേകിച്ച് തുടർച്ചയായി 2 തവണ MLA ആയവർക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഇളവ് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് നേതാക്കൾ തന്നെ വിശദീകരിക്കും. അതിനാശ്രയിച്ചായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി മത്സരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപും പല തവണയും CPM-ന്റെ പ്രധാന യോഗങ്ങളിലും അല്ലെങ്കിൽ കമ്മിറ്റികളിലുമൊക്കെ പിണറായി വിജയന് പ്രത്യേക ഇളവ് നൽകിയിരുന്നു. അത് ഇവിടെ ബാധകമാകുമോ എന്നതൊക്കെ തന്നെ ഇനി എന്തായാലും ഈ യോഗത്തിന് ശേഷം നേതാക്കൾ വിശദീകരിക്കും. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ വമ്പൻ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ 830 കോടിയുടെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിക്കും. സിംഗൂരിലെ പരിപാടിയിൽ വെച്ചാണ് പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ ദിവസം അസമിൽ നടത്തിയ വികസന പദ്ധതികളുടെ പ്രഖ്യാപനത്തിനിടയിൽ TMC-ക്കെതിരെയും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും കടുത്ത ഭാഷയിലാണ് മോദി വിമർശനം ഉന്നയിച്ചത്.
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി നാളെ കൊച്ചിയിലെത്തും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആദരിക്കുന്ന പരിപാടിയാണ് നാളെ നടക്കുക. മറൈൻ ഡ്രൈവിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിജയോത്സവം എന്ന പേരിൽ നടത്തുന്ന സമ്മേളനം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും എല്ലാം പരിപാടിയിൽ പങ്കെടുക്കും. വിജയോത്സവത്തിന്റെ ഭാഗമായി റാലിയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേരും. ഇടുക്കി പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് വൈദ്യുതി വകുപ്പിന്റെ കോടികൾ വിലമതിക്കുന്ന 10 ഏക്കറോളം ഭൂമി കയ്യേറ്റ ഭീഷണിയിൽ. അഴുത ടണൽ നിർമ്മാണത്തിനായി പൊന്നും വില നൽകി ബോർഡ് വാങ്ങിയ സ്ഥലമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. അഴുത ഡൈവേർഷൻ പദ്ധതിക്കായി പീരുമേട്ടിൽ 10 ഏക്കറോളം ഭൂമിയാണ് വൈദ്യുതി വകുപ്പ് വാങ്ങിയത്. പദ്ധതി പൂർത്തിയായതിനു ശേഷം മിച്ചം വന്ന ഭൂമിക്ക് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട്. എന്നാൽ അതിരുകൾ തിരിച്ച് സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിനോ കാട് വെട്ടിത്തെളിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. ഇതിൽ കാപ്പി കൃഷിയുള്ള ഭാഗം പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ ദേശീയപാതയോരത്തെ കെട്ടിടവും ഇതിനോട് ചേർന്ന 5 ഏക്കർ ഭൂമിയും സംരക്ഷിക്കപ്പെടുന്നില്ല. പീരുമേട്ടിൽ വൻതോതിൽ സർക്കാർ സ്ഥലം കയ്യേറ്റം വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാനത്ത് KAP 5ാം ബറ്റാലിയന്റെ 300 ഏക്കർ സ്ഥലം കയ്യേറ്റം വഴി നഷ്ടമായി. ആഭ്യന്തര വകുപ്പ് സ്ഥലം തിരിച്ചുപിടിക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല. ഇത്തരം സാഹചര്യം നിലനിൽക്കെ ഭൂമി സംരക്ഷിക്കാൻ ചെറുവിരലനക്കാത്ത വൈദ്യുതി ബോർഡിന്റെ നിലപാടിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് പീരുമേട്ടിലൊരു വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം അത് കുട്ടിക്കാനത്തായിരുന്നു. കുട്ടിക്കാനത്ത് നിന്ന് മാറ്റി അത് പീരുമേട്ടിലാക്കിയിരിക്കുന്നു. ഈ സ്ഥലം KSEBയുടെ കൈവശമുള്ള ഈ സ്ഥലത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് അതുപോലെയുള്ള പോത്തുപ്പാറയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഓഫീസുകൾ മുഴുവൻ ഈ സ്ഥലത്ത് നിർമ്മിച്ചാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് വൈദ്യുതി ബോർഡിന്റെ സ്ഥലത്ത് 3 നിലകളിൽ വൈദ്യുതി ഭവൻ നിർമ്മിക്കാനുള്ള പദ്ധതിയും നടപ്പായില്ല. ബോർഡിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പദ്ധതി അട്ടിമറിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. വൈദ്യുതി ഭവൻ നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, കൈവശമുള്ള സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ വീണ്ടും സമരരംഗത്ത്. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. ആദ്യ വർഷം ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും പഠനം പൂർത്തിയാക്കേണ്ട അവസാന വർഷത്തിനും അധികൃതർ സാധ്യമാക്കിയിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ആവശ്യമായ പ്രധാനപ്പെട്ട പല ലാബുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും പോലും ലഭ്യമാക്കിയിട്ടില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. തീരുമാനമുണ്ടായില്ല എങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഇത് കഴിഞ്ഞിട്ട് 2026 ആയ സാഹചര്യത്തിലും നമ്മൾ ആദ്യത്തെ വർഷം കൊടുത്ത സമരത്തിലെ ആവശ്യങ്ങൾ പോലും നമുക്ക് നടത്തി തന്നിട്ടില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ബാച്ച് ഇപ്പോൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് OT എന്ന് പറഞ്ഞൊരു സംവിധാനം. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ പഠനത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡുകളുടെ, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വന്നവർക്കറിയാം ഈ റോഡുകളൊക്കെ എന്തോരം മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുറേ ആളുകൾ ഈ റോഡുകളിൽ ഈ കുഴികളൊക്കെ കാരണം വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ റെയിൽവേ ഗേറ്റ് കാരണമുണ്ടാകുന്ന ഗതാഗത കുരുക്കിനെതിരെ വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. ഓവർ ബ്രിഡ്ജ് പണിയുമെന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനം മാത്രമായി കാലം തള്ളുകയാണ്. പാലക്കാട് DGM ഓഫീസിൽ ധർണ നടത്താനുള്ള ഒരുക്കത്തിലാണ് ടൗണിലെ വ്യാപാരികൾ. ഓരോ മണിക്കൂറിലും 2-3 തവണ റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കുമ്പോൾ തൃക്കരിപ്പൂർ ടൗണിലെത്തുന്നവരെയും വ്യാപാരത്തെയും ഇത് സാരമായി ബാധിക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങുന്നു ലെവൽ ക്രോസ് അടച്ചുള്ള ഗതാഗത കുരുക്കിന്റെ ദുരിതങ്ങൾ. 750 മീറ്റർ ദൂര വ്യത്യാസത്തിൽ തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് വെള്ളാപ്പ്, ബീരിച്ചേരി എന്നിവിടങ്ങളിലായി ലെവൽ ക്രോസുകളുണ്ട്. ഇവിടെ മേൽപ്പാലം പണിയണമെന്ന ആവശ്യമുയർന്നിട്ട് കാലം തള്ളുകയാണ്. വ്യാപാരത്തെയും പൊതുജനങ്ങളുടെ യാത്രയെയും നിരന്തരം ബുദ്ധിമുട്ടിലാക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിനെതിരെ വ്യാപാരികൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ റെയിൽവേയുടെ പാലക്കാട് DGM ഓഫീസിൽ ധർണ നടത്തുമെന്നറിയിച്ചു. കൂടാതെ പ്രതിഷേധ ഭാഗമായി മനുഷ്യച്ചങ്ങലയും തീർക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു മേഖല വ്യാപാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പല രംഗത്തുള്ളവർ സമരരംഗത്തുണ്ടായപ്പോഴെല്ലാം പിന്തുണ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. പക്ഷേ ഇനി അതല്ല, നമ്മൾ തന്നെ സമരത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുവാനായി സ്ഥലം MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇക്കാര്യത്തിൽ യാതൊന്നും നടക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. 4-5 വർഷങ്ങളായി ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം വരുന്ന എല്ലാ
സർക്കാരുകളും ഒരു മന്ദഗതിയിലാണ് ഈ ഓവർബ്രിഡ്ജിനെ കാണുന്നത്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ രാവിലെയും വൈകിട്ടും ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിക്കുന്ന അവസ്ഥയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ഇന്ന് കൊടിയിറങ്ങും. സമാപന സമ്മേളനം വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് മുഖ്യ അതിഥി. അതേസമയം സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ഇനി 8 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ 985 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഒപ്പം തന്നെ 978 പോയിന്റുമായി തൃശൂരും 977 പോയിന്റുമായി പാലക്കാടും തൊട്ട് പിന്നിലുണ്ട്. എന്തായാലും കലോത്സവ നഗരിയിൽ അമൃത ന്യൂസിന്റെ പവലിയിൽ നിന്നും ശ്രീജയും അതോടൊപ്പം തന്നെ അശ്വതിയും ചേരുന്നുണ്ട്. ശ്രീജ, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ 4 ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ വലിയ രീതിയിലുള്ള മത്സരത്തിന് അല്ലെങ്കിൽ ഈ ഒരു പല മത്സരങ്ങളുടെ ഇനങ്ങളുടെ ഒരു ആവേശമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവസാന സമയമാണ്, കലാശക്കൊട്ടാണ്. ഈ സ്വർണ്ണക്കപ്പ് ആരുയർത്തും എന്നറിയാനാണ് എല്ലാവർക്കും ആകാംക്ഷ. അതുമാത്രമല്ല, വളരെ ചുരുക്കം മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് ശേഷിക്കുകയും ചെയ്യുന്നത്. ലിജിൻ ഈ പറഞ്ഞതുപോലെ കലാശക്കൊട്ട് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ഉച്ചവരെയുള്ളൂ സമയം. അതിനുശേഷമായിരിക്കും ഈ ഒരു മത്സരങ്ങൾ ഫലം നിർണ്ണയിക്കുക, കപ്പ് ആർക്കാണെന്നുള്ള കാര്യം നിർണ്ണയിക്കുക. ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രധാന വേദിയിലടക്കം കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇന്നത്തെ പോയിന്റ് തന്നെ നമുക്ക് അതാണ് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത്. കാരണം അവസാന നിമിഷം അവസാന മത്സര ഇനങ്ങളാണോ ഈ കപ്പ് ആര് കൊണ്ടുപോകുമെന്ന് നിശ്ചയിക്കുക എന്ന് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. അപ്പോൾ ശ്രീജ, നമുക്ക് ആ പോയിന്റ് എനിക്ക് തോന്നുന്നു ലിജിൻ പറഞ്ഞാണ് തുടങ്ങി. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്നിപ്പോൾ എത്ര മത്സരങ്ങളുണ്ടെന്ന് നോക്കാം. ഇന്നിപ്പോൾ 8 ഇനങ്ങളാണുള്ളത്. ആ 8 ഇനങ്ങളിൽ 4 ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ, 4 ഹൈസ്കൂൾ വിഭാഗത്തിൽ, സാൻസ്ക്രിറ്റ് വിഭാഗത്തിലും അറബിക് വിഭാഗത്തിലും ഒക്കെ മത്സരങ്ങൾ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഉച്ചയോടുകൂടി മത്സരങ്ങളെല്ലാം തീരും. എന്തായാലും അതോടുകൂടി കപ്പ് ആർക്ക് കിട്ടുമെന്നുള്ളത് അറിയാൻ സാധിക്കും. പക്ഷേ നമുക്ക് കലോത്സവം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയണ്ടേ? അതെ, അത് വളരെ പ്രധാനമാണല്ലോ. നമ്മളൊരു വലിയൊരു ടീമിനെയാണ് ഇറക്കിയത്. എന്തായാലും ആ ടീമിൽ കുറേയേറെ റിപ്പോർട്ടേഴ്സ് വടക്കുന്നാഥന് മുന്നിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നന്നായി തന്നെ എല്ലാ വേദികളിലും റിപ്പോർട്ടുകൾ എത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ വേദികളും കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം ആക്റ്റീവായി തന്നെ അതിനുവേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്മുടെ ടീം അവിടെ റെഡിയാണ്. അവരോട് തന്നെ ചോദിച്ചാലോ, സംഘവും അവിടെ റെഡിയാണ്. നമുക്ക് പ്രശാന്തിലേക്ക് ആദ്യം ചോദ്യം പോവുകയാണ്. പ്രശാന്ത്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീമിൻ്റെ പ്രകടനം? ഒപ്പം നമ്മൾ കലോത്സവത്തിൽ കണ്ട കാഴ്ചകൾ, കലോത്സവം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് നമ്മുടെ ടീം അംഗങ്ങളുടെ ഒരു പ്രതികരണം? ശ്രീജ, അശ്വതി, ഒരുപക്ഷെ ആദ്യത്തെ ഒരു ദിവസങ്ങളിലൊക്കെ കുറച്ച് തിരക്കുകൾ കുറവായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും വലിയ തരത്തിൽ തന്നെ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത്, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ തുടക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. ആളുകൾ എത്തി തൃശ്ശൂർ പൂര റൗണ്ട്, സ്വരാജ് റൗണ്ട് കറങ്ങി തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം തന്നെ പോയി, ഘടകക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പോയി മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് പൂരത്തിന് കാണാമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഓരോ വേദിയിലേക്കും ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച ഓരോ ദിവസവും കാണുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ആ എല്ലാ വേദികളിലും നമ്മൾ ഇന്നലെ മിനിസ്റ്റർ കെ രാജന്റെ അഭിനന്ദനം നമ്മൾ കിട്ടിയതാണ്. കാരണം എവിടെയൊക്കെ എല്ലാ സ്ഥലത്തൊക്കെ പരിപാടി, ആ പരിപാടിയിലൊക്കെ തന്നെ നമുക്ക് ചെല്ലാൻ കഴിയുന്നു. അവിടെയൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നു. ഏറ്റവും താഴേക്കിടയിൽ പോകുന്ന വിഷയങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പോലും ജനങ്ങൾക്കിടയിലേക്ക്, മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അമൃത ന്യൂസിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ആ ശ്രമം ഏറ്റവും അവസാന ദിവസത്തിലേക്ക് ഏറ്റവും ഭംഗിയായി തന്നെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നിർണായക ഒരു ഘട്ടം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച്, തൃശ്ശൂരിന് ഈ പറയുന്നത് പോലെ വലിയ തരത്തിൽ ജനനിബിഡമായി എത്താൻ കഴിയുന്ന വലിയ സമൃദ്ധമായ രീതിയിൽ തന്നെ ഒരു വിശാലമായ മൈതാനമൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ എത്രത്തോളം ആളുകൾ എത്തുമെന്നുള്ളതായിരുന്നു ഒരു കാര്യം. കാരണം അങ്ങനെ തൃശ്ശൂർ പൂരത്തിൽ ആളുകൾ എത്തുമ്പോൾ പോലും അപ്പോഴും സ്ഥലം ബാക്കിയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കലോത്സവമായി എത്തിയത്. സ്വാഭാവികമായും എങ്ങനെയാണ് അതിനെ തൃശ്ശൂർ വരവേറ്റത് എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി അവർ വരവേറ്റു, അവർ നെഞ്ചിലേറ്റി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. നമുക്ക് നമ്മുടെ ഒപ്പം
നമ്മുടെ ടീം മുഴുവനുണ്ട്. അവർക്കറിയാം, അവരാണ് എല്ലാ വേദികളിലേക്കും പോയി എല്ലാ വേദികളിലെയും സാന്നിധ്യങ്ങൾ അറിയിച്ചത്. അവരൊക്കെ തന്നെ പറയും. അജയ് ഉണ്ട്, അതുപോലെ തന്നെ വർഷയുണ്ട്, ശ്രുതിയുണ്ട്, അതുപോലെ തന്നെ ആതിരയുണ്ട്, ഹരീഷ് ഉണ്ട്, ഐശ്വര്യയുണ്ട്, അശ്വതിയുണ്ട്, സുധീഷ് ഉണ്ട്, ശ്രീജിത്ത് ഉണ്ട്. ഇങ്ങനെ ഈ ടീമാണ് പൂർണ്ണമായി നമുക്ക് ഒപ്പമുണ്ടായിരുന്നത്. അവരാണ് ഈ കലോത്സവത്തിന്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക്, നമുക്കിടയിലേക്ക്, ജനങ്ങളിലേക്ക്, ലോകത്തുള്ള മുഴുവൻ മലയാളികളിലേക്ക്, അമൃത ടിവിയുടെ പ്രേക്ഷകരിലേക്കൊക്കെ തന്നെ എത്തിച്ചത്. അവരൊക്കെ തന്നെ അവർക്ക് എല്ലാവർക്കും പറയാനുണ്ട്. വർഷമടക്കമുള്ള ആളുകളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? ഒരു വൈബായിരുന്നു. കാരണം ഇന്നിപ്പോൾ അവസാന ദിവസം ഭയങ്കര സങ്കടം. ഇനി പോവാണല്ലോ, ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. ഈ 4 ദിവസവും നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഈ വേദികളിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടിരുന്നില്ല. കാരണം നമുക്ക് അത്രയും കഴിവുള്ള കുട്ടികളെ പലരെയും അവിടെ കാണാൻ സാധിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് കുട്ടികളുടെ വിലയിരുത്തുമ്പം ഓരോരുത്തരെയും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മത്സരം പങ്കെടുത്ത ഈ നാടോടിനൃത്തമൊക്കെ നോക്കുകയാണെങ്കിൽ നാടോടിനൃത്തത്തിലെല്ലാം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും A ഗ്രേഡ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ആ കുട്ടികളുടെ കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി, അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പിന്നെ ഒരുപാട് നല്ല നല്ല സ്റ്റോറികൾ, നമുക്ക് ഒരുപാട് കുട്ടികളെ കൊണ്ട് അവരുടെ കഴിവുകൾ പുറം ലോകത്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് അമൃത ന്യൂസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജനും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. എല്ലാ വേദിയിലും, ഓൾമോസ്റ്റ് എല്ലാ വേദിയിലും അമൃത TV ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുമല്ല, ഈ അതിജീവിക്കുന്ന കുട്ടികളെ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ പുറം ലോകത്ത് കാണിക്കാൻ വേണ്ടി അമൃത TV കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രിയും പറഞ്ഞത്. അപ്പോൾ നമുക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് കിട്ടിയിരിക്കുന്നതും. നല്ല രീതിയിൽ ഈ 4 ദിവസം, ഈ 5-ാമത്തെ ദിവസമാവുന്നു. ഈ ദിവസങ്ങളിൽ നല്ല രീതിയിൽ കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അമൃത ന്യൂസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി അജയ് കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കണം. മറ്റൊരു പ്രധാന കാര്യം, അതായത് ആദ്യമായി ഓൺലൈനിലൂടെ ഒരു കുട്ടി മത്സരിക്കുന്നു. അങ്ങനെ സർക്കാർ അവരെ ചേർത്ത് കലോത്സവ സംഘാടകരാകെ തന്നെ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള ചരിത്ര പ്രാധാന്യമുള്ള കലോത്സവം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചരിത്രം പറയുമ്പോൾ തന്നെ പ്രധാനമെന്ന് പറയുന്നത്, ഈ കലോത്സവം നടക്കുന്ന ഒരു സമയമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയൊരു പാളിച്ച പോലും സർക്കാരിന് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വലിയ വിവാദങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഒരു വിവാദം ഉയർന്നു വന്നതാണ് താമരയുടെ കാര്യത്തിൽ. പക്ഷെ ആ വിവാദം വളരെ പെട്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും നമുക്ക് ഇനി കുറേ വിശേഷങ്ങൾ, ഹരീഷ് അടക്കമുള്ള ആളുകൾ, ഹരീഷിനെ തൃശ്ശൂരത്തെ പൾസ് അറിയാം. തൃശ്ശൂർ എങ്ങനെയാണ് ഇത്തരത്തിൽ കലോത്സവത്തെ വരവേറ്റത്, ഏത് തരത്തിലാണ് എന്നൊക്കെയാണ് ഹരീഷ് പറയുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ ഈ തുടക്കം മുതലേ പറയുന്നുണ്ട്, തൃശ്ശൂർ എന്ന് പറയുന്നത് ആളുകളുടെ ആ ഒരു ആഘോഷം, എല്ലാം ആഘോഷമാക്കി മാറ്റുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ മുൻപിലാണ്. ഈ പൂരത്തിനൊക്കെ ആനകൾ നെറ്റിപ്പട്ടം കെട്ടി നിരന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ മൊത്തം ക്രൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈബ് നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ നിൽക്കാനുള്ള കാര്യം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടക്കുന്നാഥനുള്ളത്. അപ്പോൾ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ, ശക്തൻ്റെ തട്ടകത്തിൽ ഒരു ഉത്സവ പ്രതീതി കൂടി തന്നെയാണ് ഈ കലോത്സവം വന്നതെന്നുള്ളതാണ്. കാരണം എല്ലാത്തിനെയും ഉത്സവമാക്കി മാറ്റുന്ന തൃശ്ശൂർകാർ ഈ കലോത്സവത്തെയും കലകളുടെ ഉത്സവത്തെയും ഉത്സവമായി തന്നെ ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, തിരക്ക് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു. ഇന്നലെ നോക്കിയാൽ നമുക്കറിയാം, ഇന്നലെ വൈകിട്ടൊക്കെ ഈ ഒരു ഗ്രൗണ്ട് മൊത്തം വാഹനങ്ങളായിരുന്നു. നടക്കാൻ പോലും സ്പേസില്ല, അത്രത്തോളം വാഹനങ്ങളായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കുന്നത് ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്നത്തെ അവസാനത്തെ ദിവസം, ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ എന്തായാലും തിരക്ക് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും പ്രത്യേകിച്ച് മോഹൻലാൽ അടക്കം വരുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും തിരക്കുണ്ടാവും. എന്തായാലും നമ്മോടൊപ്പം മറ്റ് ആളുകളും കൂടി ഉണ്ട്. എന്തൊക്കെയാണ് ഒരു വിശേഷം? ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയങ്കര ജനപങ്കാളിത്തമായിരുന്നു തൃശ്ശൂർ. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും കലോത്സവം അതിന്റെ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ്. നമുക്കൊന്ന് പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ കുതിക്കുകയാണ്. 990 പോയിന്റുമായി കണ്ണൂരാണ് 1-ാം സ്ഥാനം നിൽക്കുന്നത്. കൂടാതെ തൃശ്ശൂർ, ആതിഥേയ ജില്ലയായ തൃശ്ശൂർ 2-ാം സ്ഥാനം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ 3-ാമത് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 983 പോയിന്റുമായി തൃശ്ശൂർ 2-ാം സ്ഥാനത്തും 982 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമുണ്ട്. എന്തായാലും ഇത് മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇനി 8 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെയും ഈ ഒരു അവസാന ദിനം മാറി മറിയാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഇനി കലോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രശാന്തും അതുപോലെ തന്നെ വർഷയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കലോത്സവം തൃശ്ശൂരുകാർ പൂരം എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെയാണ് തൃശ്ശൂരുകാർ ഈ കലോത്സവത്തെയും ഏറ്റെടുത്തത് എന്ന് പറയേണ്ടി വരും. ആദ്യം 1-ാമത്തെ ദിവസം വന്നപ്പോഴേക്കും ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു, അയ്യോ ജനങ്ങൾ അധികം വരില്ല, ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ ഹരീഷ് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെയല്ല, തൃശ്ശൂരിലെ ജനങ്ങൾ പൊളിയാണ്, അവരെല്ലാവരും കലോത്സവത്തെ ഏറ്റെടുക്കും. അത് തന്നെയാണ് അടുത്ത 2 ദിവസങ്ങളിലായി കാണാൻ സാധിച്ചത്. ഇന്നലെയൊക്കെ നമ്മുടെ പവലിയനിന് മുന്നിൽ വളരെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. കൂടാതെ നമ്മുടെ പവലിയനിന് മുന്നിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളുമാണ്
നിറഞ്ഞു നിന്നത്, അവരുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസും കാഴ്ചവെച്ചത്. കൂടാതെ ഞാൻ പോയത് ഇരുൾനൃത്തത്തിന്റെ വേദിയിലേക്കാണ്. അവിടെയും നല്ല ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പങ്കാളിത്തം തീർച്ചയായും അമൃതയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന കാര്യം തന്നെയാണ്. കാര്യം അമൃത സ്കൂളിലെ കുട്ടികൾക്ക് അവർക്ക് പങ്കെടുക്കാൻ കിട്ടുന്ന ആ വേദിയിൽ അവരവരുടെ കഴിവ് പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നു. അത് പല മത്സര ഇനങ്ങളുണ്ടായിരുന്നു. മോഹിനിയാട്ടം, കേരള നടനം, യക്ഷഗാനം തുടങ്ങി വളരെ വലിയ മനോഹരങ്ങളായ മത്സരങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ മാറ്റുരയ്ക്കേണ്ടിയിരുന്ന മത്സരങ്ങളിലൊക്കെ തന്നെ അവർ എ ഗ്രേഡ് സ്വന്തമാക്കി. അതായത് 9 ഇനങ്ങൾ പാരിപ്പള്ളി അമൃത സ്കൂൾ മത്സരിച്ചു. അതിൽ 9ലും എ ഗ്രേഡ് കിട്ടി എന്നുള്ള ഒരു സന്തോഷ വാർത്ത അത് അമൃത സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, അമൃതയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. കാര്യം ആ കുട്ടികളൊക്കെ തന്നെ പഠനത്തോടൊപ്പം ഈ കലാമികവ് കൂടി പ്രകടിപ്പിക്കുന്ന കുട്ടികളാണ്. അത് വർഷം തോറും അങ്ങനെ തന്നെയാണ്. കാര്യം അവർ പരമ്പരാഗതമായി ഈ സ്കൂളിൻ്റെ ഒരു അധ്യാപകരുടെയും ഒപ്പം തന്നെ ഈ മറ്റ് ആശ്രമത്തിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ കുട്ടികളൊക്കെ തന്നെ ഈ കലാപരമായ കഴിവുകൾ മുന്നോട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന കുട്ടികളാണ്. അവർക്ക് പ്രോത്സാഹനങ്ങളുണ്ട് അധ്യാപകരുടെയൊക്കെ. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം ഇക്കാര്യങ്ങൾ മികവ് പുലർത്തിക്കൊണ്ട് അവർ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ തന്നെ നിൽക്കുന്നു. ആ മികവ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണയും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. ആ ഒരു മികവിൻ്റെ കൂടി അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ അമൃതയ്ക്ക് അഭിമാനിക്കാം. കാര്യം അമൃതയുടെ കുട്ടികളാണ്, അമൃതയുടെ കുരുന്നുകളാണ്. അവർ വളർന്നു വരുന്ന കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കാഴ്ച കൂടി കലോത്സവ വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പറഞ്ഞതുപോലെ ഇനി അടുത്ത് ചോദിക്കാനുള്ളത് അശ്വതിയോടാണ്. എനിക്ക് തോന്നുന്നു അശ്വതിയുടെ അമൃത ടിവിയോടൊപ്പമുള്ള ആദ്യത്തെ കലോത്സവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അശ്വതിക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അശ്വതി, കലോത്സവം എങ്ങനെയുണ്ടായി? ഇനി അടുത്ത കലോത്സവം പൊളിക്കില്ല ഇതുപോലെ? തീർച്ചയായിട്ടും ഇത് തൃശ്ശൂരിലായതുകൊണ്ട് തന്നെ ഈ കലോത്സവം തുടങ്ങിയപ്പോൾ തന്നെ മേളം ഉണ്ടായിരുന്നു. അത് ഈ തൃശ്ശൂർ പൂരത്തിന് സമാനമായിട്ടുള്ള മേളം, കൊടിയേറ്റം തുടങ്ങി അപ്പം തന്നെ മേളം, ഒപ്പം തന്നെ കുടമാറ്റം, അങ്ങനെ വെറൈറ്റി ആയിട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൻ്റെ എല്ലാ ഐഡന്റിറ്റികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കലോത്സവം തുടങ്ങിയത്. അപ്പം തന്നെ ഒരു പൂരത്തിൻ്റെ ഒരു വൈബായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വേദിയിലും, പ്രത്യേകിച്ച് ഈ ഗ്ലാമർ ഇനങ്ങളുള്ള വേദികളിലൊക്കെ ഒരു ആൾക്ക് പോലും എക്സ്ട്രാ നിൽക്കാൻ പറ്റാത്ത അത്ര തിരക്കുണ്ടായിരുന്നു. അത് പല ആളുകളും വേദിയുടെ പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് കാണുന്ന, സ്ക്രീനിലൊക്കെ കാണുന്ന അത്രയ്ക്ക് തിരക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ ആണെങ്കിലും എല്ലാ വേദികളിലും കയറി ഇറങ്ങുന്നു, കളക്ടർ എല്ലാ വേദിയിലും കയറി ഇറങ്ങുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പൂക്കി വൈബ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അത് തന്നെ കാര്യം നമ്മൾ മന്ത്രിയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികരണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാര്യം മന്ത്രി അത്രയും ആ ഒരു ബഹുമാന തുല്യം കാണുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്. പക്ഷേ അദ്ദേഹം കുട്ടികളോടൊപ്പം ചേർന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് കൂടുതൽ പ്രോത്സാഹനമായി. കുട്ടികൾ അവരുടെ വൈബിലേക്ക് മന്ത്രിയെ കൊണ്ടുപോയി. ആ ഒരു വളരെ സന്തോഷകരം. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കലോത്സവത്തിൽ ഈ ഗ്രേഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഒന്നും തോന്നിയിട്ടില്ല, അല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ മത്സരം അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് സംഘാടന മികവ് തന്നെയാണ്. ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഈ സമയനിഷ്ഠ പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അല്ലേ? സമയം കൃത്യമായി പാലിച്ചുകൊണ്ടായിരുന്നു എല്ലാ വേദികളിലും. അതെ, അധിക സമയം, അതായത് ഒരുപാട് വൈകിയൊന്നും കലോത്സവങ്ങൾക്ക് സമാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്ന ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ ആ മാനേജ്മെന്റ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിലും അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനമുണ്ട്. ഓരോത്തിനും ഓരോ കമ്മിറ്റികളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ നമുക്കൊപ്പം കളക്ടറാണ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ കൂടി ചേരുകയാണ്. സാർ, നമ്മുടെ മൊത്തം ക്രൂ ആണ് ഇവിടെ നിൽക്കുന്നത്. സാർ ഇങ്ങോട്ട് കയറിയെന്നോളൂ. നടക്കുന്ന സാറേ, നമുക്ക് ഇപ്പോൾ ഒരു സമഗ്ര കവറേജ് ആയിരുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ദിവസം വരെ ഉണ്ടായത്. അപ്പോൾ ഈ സാർ ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റാളുകളും ഒക്കെ കണ്ടപ്പോൾ ഒരു കലോത്സവത്തിന്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ സാറിന് പറയാനുള്ളത്? അത് കൂടുതലായിട്ട് വൈബ് നമ്മൾ മീഡിയാസൊക്കെയാണ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്തത്. നോക്കും എല്ലാ വേദികളും ഫുള്ളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീഡിയ സ്റ്റോൾസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല ക്രൗഡഡ് ആയിരുന്നു. നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു പ്രോത്സാഹനം ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവസാന ദിവസമാണ്. ഇതുവരെ നല്ല ഭംഗിയായിട്ട് പോയി, നല്ല ഭംഗിയായിട്ട് അവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അറേഞ്ച്മെന്റ്സിലെല്ലാം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അധികം പരാതികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് പോയി. തൃശ്ശൂരിലെ മറ്റൊരു പൂരമാണ് ഈ ഒരു കലോത്സവം എന്നാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം. അതെ, മറ്റൊരു വലിയൊരു പൂരമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏപ്രിലാണ് ഈ വർഷത്തെ പൂരം വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വർഷം തുടങ്ങിയത് തന്നെ ഇങ്ങനെ നല്ല ഒരു പൂരമായിട്ടാണ് തുടങ്ങിയത്. അതായത് പ്രധാന പൂരത്തിനുള്ള മുന്നോടിയായുള്ള ഒരു ചെറുപൂരം. അതെ, ചെറുപൂരം.
നല്ലതായിരുന്നു. നല്ല കുട്ടികളും പാരൻസ് ടീച്ചേഴ്സും ഒരുപാട് പേര് കാണാൻ വന്നു. എവിടെ നോക്കിയാലും നല്ല ക്രൗഡായിരുന്നു. ആൾക്കാരൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ഈ ഒരു 5 ദിവസം എല്ലാവരും നല്ല അത് യൂസ് ചെയ്തു എന്നുള്ളതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കും ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയ ക്രൗഡ് ഇത്രയും ദിവസം, കാരണം 25 വെന്യൂസ് ഉണ്ട്. പിന്നെ ഫുഡ് സ്റ്റോളിൽ തന്നെ ഒരു ദിവസം ഉച്ചയ്ക്ക് മാത്രം 20,000-ൻ്റെ അടുത്ത് ആൾക്കാരാണ് കഴിക്കാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയും ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നല്ല സ്മൂത്തായിട്ട് പോയി. എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മൾ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. താങ്ക് യു സാർ. എന്തായാലും വലിയ സന്തോഷം നമ്മോടൊപ്പം ഈ ഒരു പ്രഭാതത്തിൽ ചേർന്നതിന്. ടീമിന് എല്ലാവിധ ആശംസകളും. നിങ്ങൾ നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു കവറേജ് ആയിരുന്നു. അതിനും ജില്ലാ ഭരണകൂടത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ അതാണ് കളക്ടർ സാർ പറഞ്ഞ പോലെ തന്നെ ഒന്നിലും ഒരു കുറവും വന്നിട്ടില്ല. അതിന്റെ സംഘാടനമാണെങ്കിലും ആളുകൾ അത് ഏറ്റെടുത്തതാണെങ്കിലും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിലും എല്ലാം വളരെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയോടുകൂടി തന്നെ ഈ ഒരു കലോത്സവം മുന്നോട്ട് പോയി. അതിന്റെ അവസാന ദിവസം എത്തി നിൽക്കുമ്പോഴും അതിനെ ഒട്ടും ചോർന്നു പോവാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ അവസാന നിമിഷങ്ങളും അത്രത്തോളം ആഹ്ലാദമാക്കി ആളുകൾ ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അല്ലെ പ്രശ്നം. ഹരീഷ്, ഇതിനകത്ത് പുതുതായി വന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കലോത്സവ അനുഭവം പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത കലോത്സവത്തിന് വരേണ്ട ആളുകളാണ്. അവർ എങ്ങനെയായിരിക്കണം, ഇനി ഈ കലോത്സവത്തിന് അവർക്ക് എന്താണ് കിട്ടിയത്, കല കണ്ടു അതിനപ്പുറത്തേക്ക്. ശരിക്കും ഇവിടെ പറഞ്ഞ സുധീഷ്, അശ്വതി, ഐശ്വര്യ, പ്രശാന്ത് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 4 ദിവസം നല്ല വൈബിൽ തന്നെയാണ് കലോത്സവം മുന്നോട്ട് പോയത്. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മുടെ ഇവിടെ കലോത്സവത്തിൽ വരുന്നത്. ശരിക്കും നല്ല വൈബിൽ തന്നെയാണ് തൃശ്ശൂർ ഒരു പൂരത്തിന് വന്ന പ്രതീതിയായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ അത്ര തിരക്കില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഇന്നലെയൊക്കെ, പ്രത്യേകിച്ച് ഇന്നലെ ദിവസത്തിൽ നല്ല തിരക്കായിരുന്നു. നമ്മൾ ഓരോ വേദിയിൽ പോകുമ്പോൾ എടുത്തു പറയേണ്ടത് അമൃതയുടെ ന്യൂസിന്റെ ഒരു കവറേജാണ്. നമ്മൾ മാക്സിമം എല്ലാ വേദികളിലും പോവുകയും എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ആ ഒരു പങ്കാളിത്തം എടുത്തു പറയണം. അപ്പൊ ഓരോ വേദിയിൽ പോകുമ്പോഴും നമുക്ക് കുട്ടികളുടെ അവരുടെ ഒരു എനർജി, അവരോടൊപ്പം തന്നെ അവരുടെ വിഷമത്തിലും അവരുടെ സന്തോഷത്തിലും അവരുടെ എനർജിയും വൈബും ഒക്കെ തന്നെ ആയിരുന്നു നമുക്ക്. കഴിഞ്ഞ 4 ദിവസം എടുത്തു പറയേണ്ടത് നല്ല ഗംഭീര കലോത്സവമായിട്ട് തന്നെ പോയി എന്നുള്ളതാണ്. അതിലേക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഊട്ടുപുരയും പരിസരത്തൊക്കെ ആയിട്ടായിരുന്നു കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 25,000-ഓളം പേർക്കാണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു ദിവസത്തെ ചെറിയ കൺഫ്യൂഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും കളക്ടറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നാലും എക്സൈസിന്റെ ഭാഗത്തു നിന്നാലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ കൂടി നമുക്ക് ഈ ഒരു കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവർ നമ്മുടെ പവലിയനിൽ വന്നു, നമുക്ക് വേണ്ടി അവർ പാട്ടുപാടി. അപ്പോൾ അത്തരത്തിൽ കല കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു തൃശ്ശൂർ എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് ഈ ആളുകളുടെ ഒരു പങ്കാളിത്തം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇന്നലെ ഞാൻ ചവിട്ട് നാടകത്തിന്റെ വേദിയിൽ പോയിരുന്നു. ആ സമയത്ത് അവിടെ എനിക്ക് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിരുന്നില്ല. അത്രയും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൃശ്ശൂരുകാർ പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക നഗരം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ആളുകളുടെ പങ്കാളിത്തത്തെ കുറിച്ച്, അവർ കലയെ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല പ്രശാന്തി. അത്രത്തോളം ഒരു ജനപങ്കാളിത്തം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനേതായാലും അതിനെ സംബന്ധിച്ച് അതിന് തിരുവനന്തപുരത്ത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾ നോക്കുന്ന ഒരാളാണ്. ആ ആളാണ് കലയുടെ ഒരു സ്ഥലം ഇവിടേക്ക് എത്തി മുഴുവൻ കലാവാർത്തകൾക്ക് പിന്നാലെ ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ കുറെ കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി തൃശ്ശൂരിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. കാരണം തൃശ്ശൂർ ഒരുപക്ഷെ തിരുവനന്തപുരം ഒക്കെ തന്നെ ചില വിശേഷ സ്ഥിരമായി വല്ലപ്പോഴും ഒക്കെ വരുന്ന ആഘോഷങ്ങളുടെ ഭാഗം തിരുവനന്തപുരത്ത് പരിപാടികളുണ്ട്. പക്ഷെ മറ്റു ജില്ലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മേളകളൊക്കെ വരണം. പക്ഷേ തൃശ്ശൂർ സ്ഥിരമായ ഒരു മേള ഉള്ളതാണ്. ആ മേളയും പൂരവും ഒക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ഉത്സവം എല്ലാ കാലത്തുമുണ്ട്. അവർ എങ്ങനെയാണ് ഇതിന് എതിരേറ്റതെന്നൊക്കെ തന്നെ നാട്ടുകാരോടൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിയ അവരുടെ എല്ലാ പ്രതികരണങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ എല്ലാ കലോത്സവത്തിനും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഊട്ടുപുരയാണ്. സാധാരണ നമ്മൾ ശ്രീജ അടക്കമുള്ള ആളുകൾ സ്ഥിരമായി അവിടെ പോവുകയും അതിന് വിശേഷങ്ങളൊക്കെ പങ്കെടുത്ത് ഈ കലോത്സവത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പല സമയത്തും അത് മാത്രം സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പോയ ആളുകളാണ്, ഞാൻ ഏതായാലും ഇതുവരെ പോയിട്ടില്ല, പോയ ആളുകൾ നിങ്ങളാണ് വളരെ കൃത്യമായി പോയിട്ടുണ്ട്. പോയ ആളുകളുടെ ഊട്ടുപുരയിലെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഊട്ടുപുര എന്ന് പറയുമ്പോൾ ഞാൻ ഏതായാലും ഊട്ടുപുരയിലോട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. കാരണം എനിക്ക് പഴയടത്തിന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ ഏതായാലും കുറച്ചുകൂടെ ഗംഭീരമായെന്ന് വേണം പറയാൻ. കാരണം രാവിലെയും ഉച്ചക്കത്തെയും ഒക്കെ പായസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പോകണം, ഇല്ലെങ്കിൽ പായസമൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് മാക്സിമം നേരത്തെ പോകാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അശ്വതിയാണ് അവിടെ പലപ്പോഴും ഞാനൊരിക്കൽ റിപ്പോർട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നെ സമ്മതിക്കാതെ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് പോകുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഊട്ടുപുരയിൽ ആദ്യ ദിവസം മുതൽ തന്നെ നല്ല വെറൈറ്റി ഫുഡായിരുന്നു. അതിൽ പായസമൊക്കെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ പഴയിടത്തിന്റെ
രാവിലെ അദ്ദേഹത്തിന്റെ മകൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അവസാന ദിവസം ഒരു സസ്പെൻസ് ഉണ്ടെന്നാണ്. ഏറ്റവും എന്താണ് ഇനിയുള്ള വെറൈറ്റി ഇന്നാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് അതെ തീർച്ചയായും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇനി എന്താണ് വെറൈറ്റി ഉള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അവസാന ദിവസം ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ലാസ്റ്റ് ദിവസം സർപ്രൈസ് ഉള്ളതാണ്, അത് ഹരീഷിന് അറിയാം. കാരണം ഇവിടെ വെടിക്കെട്ട് നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കും, എന്താണ് കുടമാറ്റം നടക്കുമ്പോൾ കാത്തിരിക്കും, എന്താണ് അടുത്തത് പൊങ്ങാൻ പോകുന്നത്, അടുത്തത് പൊട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലോത്സവത്തിന്റെ ഈ ദിവസം അവസാന ദിവസവും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ കാത്തിരിപ്പാണ്. തൊട്ടപ്പുറത്താണ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന സ്ഥലം. അവിടെ നിന്ന് നമ്മൾ തൃശ്ശൂരിനോട് ഉപചാരം ചൊല്ലിപ്പിരിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഏതായാലും നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകാം. പവനയിൽ ശ്രീജയും അശ്വതിയും കാത്തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവർ പങ്കുവയ്ക്കും. എന്തായാലും നമ്മുടെ ടീം വലിയ ആവേശത്തിലാണ്. കാരണം കൃത്യമായി വാർത്തകൾ നമുക്ക് കലോത്സവത്തിന്റെ ഓരോ തുടിപ്പും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കലോത്സവമാണെന്ന് പറയാം അല്ലേ. അങ്ങനെ വലിയ സംഘാടക മികവ് കൊണ്ടും ബാക്കി ക്രമീകരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കാണികൾക്കും ഒന്നും തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ ഈ കലോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ ടീം അവിടെ വലിയ ആവേശമാണ് പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് ചില റിപ്പോർട്ടുകൾ കൂടി കാണേണ്ടതുണ്ട് അല്ലേ. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത തന്നെയാണ്. നമുക്കറിയാം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ വഞ്ചിപ്പാട്ടിന് എത്തിയിരുന്നു. നമുക്കറിയാം ചൂരൽമല ദുരന്തമൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകില്ല. അത്രത്തോളം നമ്മൾ വേദനിച്ചതാണ്. ആ കാഴ്ചകൾ അത്രത്തോളം ദുരിതപൂർണമായിരുന്നു. അതൊക്കെ അതിജീവിച്ച് അവർ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തായാലും അവർ അവതരിപ്പിച്ച ആ വഞ്ചിപ്പാട്ട് എ ഗ്രേഡും സ്വന്തമാക്കിയാണ് അവർ മടങ്ങിയത്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണിവർ. അതിജീവനത്തിന്റെ പാതയിലുള്ള ഇവർക്ക് ഇന്ന് എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ദുരന്തം വിതച്ച ഓർക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആ രാത്രി മറക്കാനുള്ള ശ്രമത്തിലാണിവർ. അതിനായി ഈ കൊച്ചുകൂട്ടുകാർ കലയെ കൂടെ കൂട്ടുകയാണ്. എല്ലാം തകർക്കണം കേട്ടോ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, വേദിയിൽ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ലയിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പഴയ ആ പുഞ്ചിരി തെളിഞ്ഞു വന്നു. കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി അവരുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷും മറ്റ് അധ്യാപകരും കൂടെയുണ്ട്. ഇവരെ നമ്മൾ ഒന്ന് മാനസികമായിട്ട് ഒരു കരുത്ത് കൊടുക്കുക എന്നുള്ളതാണ്, മെൻ്റൽ ചേഞ്ച് വരുത്തുക. ഇവരെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പ്രളയബാധിതരാണ്. അപ്പോൾ ഇവരെ മാത്രമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അവരിലൂടെ ഒരു മനക്കരുത്ത് നൽകുക, പുതിയൊരു ജീവിതം നൽകുക. പിന്നെ ഇതെല്ലാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ മേളയിൽ ഭൂമിയുടെ ഒരറ്റത്തുള്ള ചൂരൽമലക്കാർക്കും പങ്കെടുക്കാനൊരു അവസരം കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യം. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സദസ്സിന്റെ ആകെ കയ്യടി കരസ്ഥമാക്കിയാണ് എന്തായാലും വെള്ളാർമലയിലെ ചുണക്കുട്ടികൾ മടങ്ങുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. നമ്മൾ കലോത്സവ വേദിയിൽ പലതരം കാഴ്ചകൾ കണ്ടു. അതിൽ കൂടെ വരുന്ന രക്ഷിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്, കലോത്സവം കാണാനെത്തുന്നവരുണ്ട്. എല്ലാവരുടെയും കണ്ണുകളിൽ ആനന്ദമാണെങ്കിൽ, കലയോടുള്ള സ്നേഹമാണെങ്കിൽ, അതിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ആരാണത്? തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും, പിന്നെ ഗുരുക്കന്മാരും ആയിരിക്കും. ഇതിൽ അമ്മമാരുടെ റോള് കുറച്ച് ടാസ്ക്കാണ് അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച്. കാരണം ഈ കുട്ടികളിങ്ങനെ അമ്മമാർക്കാണല്ലോ ഒരു വേദന, ബാക്കി എല്ലാവർക്കും പെർഫോമൻസ് മാത്രം ശ്രദ്ധിച്ചവർ നിൽക്കുമ്പോൾ അമ്മമാരെ സംബന്ധിച്ച് അയ്യോ എൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ടെൻഷനാണ്. അങ്ങനെ അമ്മമാരാണ് ശരിക്കും പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആയിട്ട് ഈ കലോത്സവത്തിൽ നിറസാന്നിധ്യമാകുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അങ്ങനെ കുറച്ച് അമ്മമാരെ നമുക്ക് കണ്ടാലോ? അതെ. കലോത്സവ വേദികളിലെ സ്ഥിരം കാഴ്ചയാണ് വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്ന അമ്മമാർ.
വേദിയിലേക്ക് മക്കളെ കയറ്റിവിടുന്നത് വരെ അമ്മമാർക്ക് ടെൻഷനാണ്. സ്വയം മറന്നു നിൽക്കുന്ന ഒരവസ്ഥ. കുട്ടികളെ ഒരുക്കണം, ഭക്ഷണം നൽകണം, അവർക്ക് വേണ്ട ആത്മവിശ്വാസം പകരണം. എല്ലാ സ്റ്റേജും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഓരോ സ്റ്റേജിലും വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. ഫുഡ്, വെള്ളം, അതുപോലെ എല്ലാം. അപ്പം ഞാൻ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുവരുന്നത്. നമുക്ക് ആ ടെൻഷൻ, കളിക്കുമോ, സ്റ്റേജിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം മോളോട് അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് എ ഗ്രേഡ് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിപാടി അവതരിപ്പിച്ച് മക്കൾ വേദിയിൽ നിന്ന് ഇറങ്ങിയാലേ ഇവർക്ക് ആശ്വാസമാകൂ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പവലിയന് മുന്നിൽ പരിചയമുട്ട് കളി കണ്ടായിരുന്നു. നമ്മളല്ലാതെ തന്നെ വേദിയിലും കണ്ടായിരുന്നു പരിചയമുട്ട് കളി. വളരെ ആവേശമാണ്, ഇങ്ങനെ ചാടിച്ചവിട്ടി അല്ലേ? അപ്പോൾ പരിചയമുട്ട് കളി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അശ്വതിക്ക് തോന്നിയത്? അടവുകളും ചുവടുകളും സമ്മേളിക്കുന്ന ആവേശകരമായ കലാരൂപം അല്ലേ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പരിചയമുട്ടുകളി ടീമുകളെ പരിശീലിപ്പിച്ച് റെക്കോർഡിട്ട ഒരു ആശാനുണ്ട്, കുഞ്ഞപ്പൻ ആശാൻ. നമുക്ക് ശിഷ്യരെയും ആശാനെയും ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഈ അടുത്തുവരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പല ജില്ലകളിലെയും ടീമുകളെ പരിശീലിപ്പിച്ചിരുന്നത് കോട്ടയം മണർകാട് കുഞ്ഞപ്പനാശാനായിരുന്നു. ടീമുകളുടെ എണ്ണം ഇപ്പോൾ ചുരുങ്ങിയെങ്കിലും ആശാൻ പരിചയമുട്ടുവേദിയിലെ നിത്യസാന്നിധ്യമാണ്. ഇത്തവണയും ശിഷ്യരുടെ പ്രകടനം കാണാൻ ആശാനെത്തി. ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൊന്നുംകുരിശുമുത്തപ്പൻ്റെയും വേളങ്കണ്ണി മാതാവിൻ്റെയും പാട്ടുകൾ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ചുവടുകളും ആ ചുവടുവിനനുസരിച്ച് അടവുകളും കയറിക്കൊണ്ടിരിക്കുന്നു. പരിചയമുട്ട് യാക്കോബായ സഭയാണ് ആദ്യം കൊടുക്കുന്നത് പരിചയമുട്ടുകളിലേക്ക്. മൺറാട് പള്ളിയിൽ ഞാൻ കഴിഞ്ഞ വർഷം 53 പേരെ കളരിയിട്ട് പഠിപ്പിച്ച് മാതാവിൻ്റെ നട തുറക്കുന്നതൊന്നും നടത്തിയായിരുന്നു പരിചയമുട്ടുകൾ. ഇന്ന് സർക്കാർ സർട്ടിഫിക്കറ്റ് കേരളത്തിലുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. പള്ളികളിലെ പെരുന്നാളുകൾ, വിവാഹങ്ങൾ, മറ്റാഘോഷങ്ങൾ എന്നിവയോടനുബന്ധിച്ചാണ് പരിചയമുട്ടുകളി അവതരിപ്പിക്കാറുള്ളത്. ആയോധന കലയായ കളരിപ്പയറ്റുമായി അടുത്ത ബന്ധമുള്ള ആയുധം വെച്ചുള്ള കലാരൂപമാണ് പരിചയമുട്ടുകളി. വാളും പരിചയമാണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത്. ശ്രദ്ധ തെറ്റിയാൽ പരിക്ക് പറ്റാൻ ഇടയുള്ള ഇനം. ആദ്യകാലത്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ കുമ്പിളിൻ്റെ തടിയായിരുന്നു വാളും പരിചയം. ഇപ്പോഴാണ് ഇരുമ്പ് പട്ട. തടിക്ക് പറ്റിയ ശബ്ദം കേൾക്കില്ലാത്തതുകൊണ്ട് ഇരുമ്പ് പട്ടയാക്കിയത്. ഇതൊക്കെ പ്രധാനമാണ്. ഈ മത്സരത്തിന് മാർക്കിടുമ്പം ഇവരുടെ ചുവടുകളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്? ചുവടും ഇരട്ടിച്ചോടും, ഒറ്റച്ചോടും ഇരട്ടിച്ചോടും, അടവുകളുടെ ആധിക്യങ്ങൾ, തിരുതിരെ മറിഞ്ഞുകൊണ്ടിരിക്കണം സെക്കൻഡ് കൊണ്ട്. എൻ്റെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന രണ്ടാമത്തെ ക്ലസ്റ്റർ ഹോളി ഫാമിലി സ്കൂള് 640 അടവാ 10 മിനിറ്റിൽ. അഭ്യാസം ഒരു ടീമിനുമില്ല. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വാക്യങ്ങളും പാട്ടുകളും ഉൾപ്പെടുത്തിയ ഗാനമാണ് പരിചയമുട്ടുകളിയുടെ അകമ്പടി ഗാനം. അമൃത ന്യൂസ്, തൃശൂർ. അടുത്തതായി പളിയ നൃത്തത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ടാലോ? സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ കഴിഞ്ഞ വർഷമാണ് പളിയ നൃത്തം എന്നുള്ള ഗോത്ര കലാരൂപം രംഗപ്രവേശനം ചെയ്തത്. ഇടുക്കിയിൽ നിന്നുള്ള ഈ നാടൻ കലാരൂപം ഇപ്പോൾ കലോത്സവ വേദികളിലൂടെ എല്ലാ ജില്ലകളിലും എത്തിയിട്ടുണ്ട്. ഇടുക്കി കുമളിയിൽ താമസിക്കുന്ന പളിയർ എന്ന ജനവിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തമാണ് പളിയ നൃത്തം. മഴയ്ക്കും രോഗശാന്തിക്കും വേണ്ടി അവതരിപ്പിച്ചിരുന്ന ഈ നാടൻകല മുളഞ്ചണ്ട, നാഗര തുടങ്ങിയ ഉപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് അവതരിപ്പിക്കുന്നത്. കൃഷിക്ക് നല്ല മഴ ലഭിക്കാനും കൃഷിയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കളിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അല്ല പിന്നെ കുറേ ആഘോഷങ്ങൾ വരുമ്പോഴും അതിന് വേറെ വേറെ രീതിയിൽ വയ്ക്കുന്നതല്ല. ചുവടുകൾക്ക് എല്ലാം വലത് കാല് എപ്പോഴും ചവിട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഫാത്തിമ മാത HSS അടിമാലിയിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് പളിയ നൃത്തത്തിനെത്തിയത്. വിവിധ ജില്ലകളിലെ വിദ്യാർത്ഥികളെ നൃത്തം പരിശീലിപ്പിച്ചത് ഇടുക്കിയിൽ നിന്നുള്ള പരിശീലകരാണ്. ചിലർ യൂട്യൂബ് നോക്കിയും നൃത്തം പഠിച്ചവരുണ്ട്. അത് വന്നിട്ട് നമ്മൾ ആ പാട്ടിൽ തന്നെ പറഞ്ഞാ കളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മഴയ്ക്ക് വേണ്ടിയിട്ടാണ്, നെല്ല് വിതകൾക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാണ് കളിക്കുന്നത്. പാരമ്പര്യത്തനിമയുള്ള പളിയ നൃത്തത്തിന്റെ സംവിധാനങ്ങളും ചുവടുകളും ചില വിധികർത്താക്കൾക്ക് അപരിചിതമാണെന്ന പരാതിയുമുണ്ട്.
എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്നവർ കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നത് വളരെ വലിയ കാര്യമല്ലേ. അമൃത ന്യൂസ്, തൃശൂർ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സഹോദരി കസ്തൂരിബായിയുടെ ഭർത്താവ് ചെറിയഴീക്കൽ കൽപ്പകശ്ശേരിയിൽ വീട്ടിൽ ഋഷികേശൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം അമൃതപുരിയിൽ നടത്തി. ശിവ കെ ഋഷി, വിഷ്ണു കെ ഋഷി എന്നിവർ മക്കളാണ്. ശ്രീലക്ഷ്മിയും പാർവതിയുമാണ് മരുമക്കൾ. മരണാനന്തര കർമ്മങ്ങൾ ഫെബ്രുവരി 1 രാവിലെ 10 അമൃതപുരിയിൽ നടത്തും. തലസ്ഥാനത്തെ ഭക്തിസാന്ദ്രമാക്കി മുരുക ഭക്ത മഹാസംഗമം 2ാം ദിനം പിന്നിട്ടു. വൈകുന്നേരം തിരുവനന്തപുരം പൂജപ്പുര മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി.പി. സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടി നാളെ സമാപിക്കും. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച മുരുക ഭക്ത മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തരാണ് പൂജപ്പുര മൈതാനിയിൽ എത്തിച്ചേർന്നത്. 2ാം ദിന പൊതുസമ്മേളനം മുൻ DGP ടി.പി. സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുക്കൾ തിരിച്ചറിവോടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ഹിന്ദു നാമധാരികളായതുകൊണ്ട് മാത്രം ഹിന്ദു ആയിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള വേല് ശരിയായിട്ട് ഉപയോഗിക്കണം. ഈ VD സതീശനെ പോലുള്ളവരെ തോൽപ്പിക്കാനായിട്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെന്ന്. ജയത്തിനടുത്തെത്താം എന്നുള്ള സീറ്റുകളിൽ ഒഴികെ കുറച്ച് സീറ്റുകളിലെങ്കിലും ഹിന്ദുവിന്റെ 1ാം നമ്പർ ശത്രുവായിട്ട് വർത്തിക്കുന്നത് അഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്. മുരുക സംഗമത്തിന്റെ ചരിത്രവും അദ്ദേഹം വിവരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് വിശിഷ്ട സാന്നിധ്യമായി. മുരുക ഭക്ത മഹാസംഗമം ദേശീയ മുന്നേറ്റമായി മാറുമെന്ന് മേയർ പറഞ്ഞു. ഗണേശോത്സവത്തിന്റെ പേരിൽ ദേശീയതയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഡോക്ടർ ബാലഗംഗാധര തിലകൻ നടത്തിയ ഒരു മുന്നേറ്റം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയെങ്കിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു തരത്തിൽ നമ്മുടെ ദേശീയതയെ സംഘടിപ്പിക്കുകയാണ് ഗോപാൽജിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മുരുക ഭക്ത സംഗമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളെ ഒരു ദേശീയ മുന്നേറ്റമായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. LMRK ക്യാപ്റ്റൻ രജിത് കുമാറിന്റെ നേതൃത്വത്തിൽ LVA പ്രയറും സംഘടിപ്പിച്ചു. ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ, മുരുക ഭക്ത മഹാസംഗമം കോർഡിനേറ്റർ KP സാജു, സ്വാമി രാജവൈദ്യ മോഹൻലാൽ, മോനി ശ്രീകണ്ഠേശ്വരം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടയടയ്ക്കാൻ ഒരു ദിവസം ശേഷിക്കെ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക്. ഇന്നലെ 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്ന് 10 മണിവരെ മാത്രമാണ് ഭക്തർക്ക് നെയ്യ് അഭിഷേകം നടത്താൻ കഴിയുക.
നാളെ നടക്കുന്ന ഗുരുതിയോടെ മകരവിളക്ക് മഹോത്സവ ചടങ്ങുകൾ സമാപിക്കും. രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ മകരവിളക്ക് മഹോത്സവ ചടങ്ങുകൾ നാളെ സമാപിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് പരമാവധി ഭക്തർ എത്താൻ തന്നെയല്ലേ സാധ്യത? മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്ന വേളയിൽ? ലിജിന്, അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 99,000-ഓളം, ഏകദേശം 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഇന്നലെ ദർശനത്തിനായി എത്തി. ഇന്ന് 18-ാം തീയതി സന്നിധാനത്ത് ഇന്നുകൂടി മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള അവസരമുള്ളത്. അത് ഇന്ന് 10 മണി വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിന് അവസരം. അതിനുശേഷമുള്ള നെയ്യഭിഷേകം പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച നെയ്യാണ് അഭിഷേകം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കളഭാഭിഷേകം നടത്തുക. അതോടുകൂടി നെയ്യഭിഷേകത്തിനും കളഭാഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ ഇന്ന് പൂർത്തിയാവുകയാണ്. വൈകിട്ട് ശരംകുത്തിയിലേക്ക് തിടമ്പിൽ എഴുന്നള്ളിക്കുന്ന അയ്യപ്പൻ്റെ ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്രയോടുകൂടി ഏകദേശ ചടങ്ങുകൾ സന്നിധാനത്ത് പൂർത്തിയാകും. മണിമണ്ഡപത്തിൽ നിന്നാണ് അയ്യപ്പ തിടമ്പിൽ നിന്നും തിടമ്പ് വഹിച്ചുകൊണ്ട് ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര നടത്തുക. അതിനുശേഷം തിരികെ എത്തി കളം വായിക്കുന്നതോടെയാണ് കളമെഴുത്തടക്കമുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. മറ്റന്നാളാണ് ഗുരുതി അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. ആ ഗുരുതിയോടുകൂടി ശബരിമലയിലെ പൂജാ ചടങ്ങുകൾക്ക് പൂർത്തിയാവുകയാണ്. പിന്നീട് 20-ാം തീയതി രാജപ്രതിനിധിക്ക് മാത്രമാണ് പുലർച്ചെ 6:30-ന് രാജപ്രതിനിധിക്ക് മാത്രമാണ് അയ്യപ്പ ദർശനം ഉള്ളത്. ആ ദർശനത്തിന് ശേഷം രാജപ്രതിനിധി 18-ാം പടി ഇറങ്ങി മടങ്ങുന്നതോടുകൂടി ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് സമാപനമാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാളെ കൂടി മാത്രമാണ്, 19-ാം തീയതി വൈകിട്ട് വരെ മാത്രമാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ശരി രജിത്ത്, എന്തായാലും നാളെ കൂടെയാണ് ഭക്തർക്ക് അയ്യപ്പ സന്നിധാനത്ത് അവിടേക്ക് എത്താൻ സാധിക്കുക. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ സമാപിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലയരങ്ങ് co-powered by Vismaya Amusement Park, പറശ്ശിനിക്കടവ്, കണ്ണൂർ. In association with സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, a product of വൈദ്യരത്നം, ഔഷധി, a government of Kerala undertaking. വീണ്ടും കലോത്സവ വാർത്തയിലേക്ക് തന്നെ വരികയാണ്. പ്രത്യേകിച്ച് ഒരു വേദിയിലെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ് ഓട്ടൻതുള്ളൽ വേദിയിലെ ഒരു കാഴ്ചയാണ്. കേരള സാഹിത്യ അക്കാദമി അങ്കണത്തിൽ ഓട്ടൻതുള്ളൽ കലാകാരന്മാരുടെ മുഖത്ത് ചായം പടരുമ്പോൾ അത് തൻ്റെ ഡ്രോയിങ് ബുക്കിലേക്ക് പകർത്തുകയായിരുന്നു സൂരജ് എന്ന ചിത്രകലാ അധ്യാപകൻ. കേരള സാഹിത്യ അക്കാദമിയിലെ ഓട്ടൻതുള്ളൽ വേദി പ്രകടനം കാഴ്ചവെച്ചവരും അവസരത്തിനായി കാത്തിരിക്കുന്നവരും ഒരുങ്ങുന്നവരും കാണികളുമൊക്കെയായി ആകെ ജഗപുക. ആ തിരക്കുകൾക്കിടയിലേക്കാണ് ചിത്രകലാധ്യാപകനായ സൂരജിന്റെ വരവ്. സാഹിത്യ അക്കാദമിയുടെ അങ്കണത്തിൽ പലയിടങ്ങളിലായി മേക്കപ്പുകൾ പുരോഗമിക്കുന്നു. മരച്ചുവട്ടിൽ മുഖത്ത് ചായം പൂശാനിരിക്കുന്ന പെൺകുട്ടി മത്സര ഇനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ആശങ്കയൊക്കെ മുഖത്ത് മിന്നിമായുന്നുണ്ട്. ഈ ദൃശ്യം കണ്ണിലുടക്കിയതോടെ സൂരജിലെ ചിത്രകാരൻ ഉണർന്നു. പിന്നെ ഇടം വരെ നോക്കിയില്ല. മിനിറ്റുകൾക്കുള്ളിൽ കയ്യിൽ കരുതിയ ബുക്കിലേക്ക് ആ ദൃശ്യവും എത്തി. ഒടുവിൽ ഓട്ടംതുള്ളൽ കലാകാരിയുടെ മുഖത്ത് ചായം തെളിയുമ്പോൾ സൂരജിന്റെ ബുക്കിലും നിറഞ്ഞു നല്ല ഒന്നാം തരം ഒരു ചിത്രം. കൊട്ടാരക്കര നടുവല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനാണ് സൂരജ്. കലോത്സവ വേദികളിലെ നിറസാന്നിധ്യം. മനസ്സിലുടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ അത് സൂരജിന്റെ വിരൽത്തുമ്പിലൂടെ പേപ്പർ താളിലെത്തും. ജീവസുറ്റ ചിത്രങ്ങളായി. കലോത്സവ വേദിയിൽ നിന്ന് അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ഇന്ത്യ ന്യൂസിലൻഡ് 3-ാം ഏകദിനം ഇന്ന് ഇൻഡോറിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന സമനിലയിലാണ്. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. ഇന്ത്യൻ ടീമിലും ന്യൂസിലൻഡ് ടീമിലും ഇന്ന് മാറ്റങ്ങൾ ഉണ്ടായേക്കും. മത്സരത്തിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. അതേസമയം വിജയ് ഹസാരെ ട്രോഫിയിൽ ഫൈനൽ പോരാട്ടം ഇന്നാണ്. വിദർഭ സൗരാഷ്ട്രയെ നേരിടും. സൗരാഷ്ട്ര 3-ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. വിദർഭയുടെ ലക്ഷ്യം കന്നി കിരീടമാണ്. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം ആരംഭിക്കുന്നത്.
ഗുഡ് മോർണിംഗ് കേരളം എന്തായാലും പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.